മാത്രമല്ല, ഇപ്പോൾ ക്യാമറയുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്ന ഒരു 1-2 ആളുകളുണ്ടാവും. പക്ഷേ ആ ക്യാമറയുടെ മുമ്പിൽ വരാത്ത ആയിരങ്ങൾ അവിടെ മണ്ണിൻ്റെയും ഈ ചളിയുടെയും വെള്ളത്തിൻ്റെയൊക്കെ ഇടയിൽ പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ ചേരിതിരിവ് നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് സമയം കളയാന്നുള്ളത് ഉള്ളൊരു കോമൺ സെൻസ് എന്ത് ചെയ്യണം, രാഷ്ട്രീയക്കാരും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് സർക്കാരിന് സ്വാഭാവികമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടും. അതിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ അപ്പം എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ അതിനെ പൊളിറ്റിക്കലായിട്ട് വിമർശിക്കുകയാണെന്ന് പറയാൻ പാടില്ല. 5 ദിവസങ്ങൾക്ക് മുമ്പ് ശിരൂരിനടുത്ത്, കർണാടകയിലെ ശിരൂരിനടുത്ത് നാഷണൽ ഹൈവേ 66 അവിടെ ബലഗാവിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് ടിമ്പറുമായിട്ട് വരുന്നൊരു മലയാളിയായിട്ടുള്ള അർജുൻ എന്ന് പറയുന്ന യുവാവ്, അദ്ദേഹം അവിടെ പിന്നെ ആ നാഷണൽ ഹൈവേയുടെ സമീപത്ത് ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. ചായ കുടിക്കാൻ അവിടെ നിർത്തിയതാണ്. ആ സമയത്താണ് ഒരു മണ്ണിടിച്ചൽ സൈഡിൽ നിന്നുണ്ടായത്. അതിനടിയിൽ അവർ പെട്ടുപോവുകയും വലിയ രീതിയിൽ നമ്മളെല്ലാവരും പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അവർ തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എന്തായാലും അങ്ങനെ ഒരു സംഭവം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ആ വിഷയമാണ് നമ്മളിന്ന് രണ്ടാമതായിട്ട് എടുക്കുന്നത്. അമിതവശം മനുഷ്യൻ്റെ ദുരന്തങ്ങൾ, പ്രത്യേകിച്ചും പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ തടയാനൊരിക്കലും മനുഷ്യർ കഴിയാറില്ല. പക്ഷേ പലപ്പോഴും അതിനെ നമ്മൾ കാണുന്ന രീതിയാണ് ഏറ്റവും പ്രധാനം. അപ്പം ഇന്ന് സൈന്യത്തെ വിളിക്കണമെന്നായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്ന വ്യാപകമായിട്ടുള്ള ആവശ്യം. സൈന്യം വന്നു, ചെന്നപ്പോൾ വൈകുന്നേരം കേൾക്കും സൈന്യം എന്ത് ചെയ്യുന്നു, മടങ്ങിപ്പോകുന്നു. എന്നുവെച്ചാൽ അവർക്ക് സൈന്യത്തെ സംബന്ധിച്ചോളം എപ്പോഴും എന്താണ്, ഒരു കൃത്യമായ കാഴ്ചപ്പാട് ഇത്തരം കാര്യങ്ങളുണ്ട്. എന്ത് ചെയ്യാൻ കഴിയും, ചെയ്യാൻ കഴിയില്ല, എങ്ങനെ ചെയ്യണം. കാരണം അവിടെ അവർ ഒരേ സമയം അവരുടെ സേഫ്റ്റി സെക്യൂരിറ്റി നോക്കും, എന്നാൽ അതേസമയം ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താ വെച്ചാൽ അവിടെ എനിക്ക് മനസ്സിലാകുന്നിടത്തോളം അവിടുത്തെ ഒരു സാഹചര്യം വളരെ എളുപ്പത്തിൽ ഇത് കണ്ടെത്താവുന്നതോ അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇപ്പോൾ ആളുകൾ പോയി പണിയെടുത്തിരുന്നെങ്കിൽ പോലും വളരെ എളുപ്പത്തിലൊന്നും ഇത് രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു സാധ്യതയുള്ള ഒന്നാണെന്ന് തോന്നില്ല. പക്ഷെ എന്തായാലും നമ്മളിതിന് അനുബന്ധമായിട്ട് കാണേണ്ടത് ഇത്തരം സാഹചര്യങ്ങളെ ശരിയായൊരു കാഴ്ചപ്പാടിൽ നമ്മൾ കാണുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 2023 ഉത്തരാഖണ്ഡിൽ, ഉത്തരകാശിയിലെ ഒരു സിൽക്കാര എന്തോന്ന് പറയുന്നൊരു ടണലിൽ നമുക്കറിയാം പിന്നെ ഒരുപാട് തൊഴിലാളികൾ കുടുങ്ങി. 41 തൊഴിലാളി കുടുങ്ങി. 10-17 ദിവസം എടുത്തിട്ടാണ് ഇവർ രക്ഷിക്കുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ പറഞ്ഞ വിഷയമായിട്ടൊരു ബന്ധമുള്ളതും കൂടിയാണത്. എന്നുവെച്ചാൽ ആദ്യം ഉപയോഗിക്കാൻ ശ്രമിച്ചത് ടെക്നോളജിയും അത്തരത്തിലുള്ള മെഷീനറിയാണ്. അതായത് അമേരിക്കയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓഗാർ മെഷീൻ ഡ്രിൽ എന്ന് പറയുന്ന ഭീമാകാരമായിട്ടുള്ള ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ആദ്യം ഡ്രില്ലിംഗ് തുടങ്ങിയത്. പക്ഷെ മെഷീൻ നിന്നുപോയി. പിന്നീട് മാനുവലായിട്ടാണ് ഇത് നടത്തുന്നത്. നമ്മൾ എന്ന് കണ്ടാണ് റാറ്റ് ഹോൾ മൈനേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ, അവരെയാണ് കൊണ്ടുവന്നിട്ട് ഈ ദൗത്യം ഏൽപ്പിക്കുന്നത്. അവർ സുന്ദരമായിട്ട് ആ ദൗത്യം നിർവഹിച്ചു. നമുക്കറിയാം ഒരാൾ മരിച്ചു. ഇല്ല, എല്ലാവരും രക്ഷപ്പെട്ടു. മുന്നാ ഖുറൈഷി എന്ന് പറയുന്ന ഒരാളാണ് അവസാനത്തെ കല്ലെന്ത് ചെയ്യുന്നത് എടുത്തു മാറ്റിയിട്ട് ഇവരെന്ത് ചെയ്യുന്നത് സ്വീകരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ മനുഷ്യനെപ്പോഴും അവൻ്റെ ഈ സ്വന്തം കഴിവും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് ഒരുപക്ഷെ മെഷീനിന് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പെരുമൺ ദുരന്തം നമുക്ക് ഓർമ്മ ഉണ്ടാവും. കൊല്ലത്ത് ഒരു പാലത്തിൽ നിന്ന് പാളം തെറ്റി ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ ദുരന്തങ്ങളിലൊന്നാണത്. കാരണം എപ്പോഴും അജ്ഞാതമാണ് എന്നറിയാം. പക്ഷേ അന്ന് ഈ പുഴയിലേക്ക് വീണ ട്രെയിനിൻ്റെ ബോഗികൾ കയറ്റാൻ വേണ്ടി പലതും ആലോചിച്ച് നോക്കി. കിട്ടാവുന്നതിൽ വലിയ ക്രെയിനൊക്കെ കൊടുത്തിട്ടൊക്കെ എന്ത് ചെയ്ത് നോക്കി. പക്ഷേ അന്ന് ഒടുവിൽ കോഴിക്കോട്ട് നിന്നുള്ള കലാസികൾ പോയിട്ടാണ് ഈ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റുകൾ പൊക്കുന്നത്. അപ്പോൾ മനുഷ്യൻ കാലാകാലങ്ങൾ ഉപയോഗിച്ചിരുന്ന അവരുടേതായിട്ടുള്ള ടെക്നോളജി വെച്ചാണ് അവരെ ചെയ്യുന്നത്. അതായത് പറഞ്ഞതെന്താ വെച്ചാൽ മനുഷ്യനെപ്പോഴും മനുഷ്യൻ്റെ ഒരു കഴിവിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കേണ്ട ഒരു സമയമാണെന്നുള്ളത്. ഇതുപോലൊരു ഇത് തായ്ലൻഡിൽ ഒരു 10-12 കുട്ടികൾ, അതായത് ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളും അവിടെ ഒരു കോച്ചും കൂടെ, അവിടെയുള്ളൊരു പ്രസിദ്ധമായിട്ടുള്ളൊരു വലിയ ഗുഹ ഉണ്ട്. അതിലേക്കൊരു എക്സ്പ്ലോറേഷൻ എന്ത് ചെയ്യുന്നു പോയി. വലിയൊരു അവലാൻഷ് പോലെ ഈ ഭൂമി ഇടിഞ്ഞ് ഇവർ ഈ ഗുഹയിൽ എന്ത് ചെയ്തു കുടുങ്ങിപ്പോയി.
ലോകത്തിലെ ഏറ്റവും വലിയ റെസ്ക്യൂ മിഷനായിരുന്നു അത്. അപ്പോൾ ഈ സമയത്ത് ഈ കുട്ടികൾ കുടുങ്ങിയത് തായ്ലൻഡ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു അറിയുന്നു, അവർ അത് ചെയ്യുന്നു. 10,000-ഓളം ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. എന്നിട്ട് ഈ റെസ്ക്യൂ മിഷനിൽ ഇത് 90-ഓളം ഈ പറഞ്ഞ ഡൈവേഴ്സ്, അതും വിവിധ രാജ്യങ്ങളിൽ നിന്ന്. അതിൽ ഒരാൾ മരിക്കണ്ടായിരുന്നു, ഒരു ഡ്രൈവർ മരിച്ചിട്ടുണ്ട്. പക്ഷെ അത്രയും മനുഷ്യർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവരുടെ തൊഴിലും അവരുടെ സുരക്ഷയും അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷവും സൗകര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇത്തരമൊരാവശ്യത്തിലേക്ക് വരികയാണ്. നമുക്ക് മനുഷ്യനെക്കുറിച്ചുള്ള അവൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള നമ്മളുടെ ഒരു ധാരണയെ അതിനെ ബലപ്പെടുത്തുന്ന ഒന്നാണ്. ഇവിടെ ഒരു വിഭാഗം ആളുകൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരേപോലെയാണ് എന്നൊക്കെ വാദിക്കുന്നവർ കാണാതെ പോകുന്നൊരു ചിത്രമാണത്. അതായത് ഒരു മനുഷ്യന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 1-2 മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഇത്രയധികം ആളുകൾ എന്ത് ചെയ്യുക ഒരേ സമയം വന്നു തീരുന്നു. ഇപ്പോൾ ഇവിടെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, അതുപോലെ തന്നെ ഇവിടെ നിന്ന് മലയാളികൾ സംഘമായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അവരുടെ സഹോദരനൊന്നുമില്ല, അല്ലെ അവരുടെ കുടുംബക്കാരനൊന്നുമല്ല, അവർക്ക് ഒന്നും കൊടുക്കാനിടയില്ലാത്ത ഒരാളുമല്ല. പക്ഷേ എങ്കിൽ പോലും എന്ത് ചെയ്യുന്നു, ഇവരെല്ലാം തന്നെ ആ ഒരു രംഗത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരുപക്ഷെ ഈ ദൗത്യം പരാജയപ്പെടാം. നമ്മുടെ ആ ഒരു ബൗദ്ധികമായ അർത്ഥത്തിൽ പരാജയം എന്താണ്, ഒന്നുകിൽ ഇദ്ദേഹത്തെ ജീവനോടെ കിട്ടണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവന ഇല്ലാത്ത രീതിയിലും കിട്ടണം. അതാണ് അപ്പോൾ ആ കുടുംബത്തിൻ്റെ പോലും ആവശ്യം എന്താണ്, ഞങ്ങൾക്ക് എന്തായാലും കിട്ടണം എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ നമ്മുടെ നിലമ്പൂരിടത്തുള്ള കവളപ്പാറയിലുണ്ടായ സംഭവത്തിലൊക്കെ നമുക്കറിയാം മുഴുവൻ ജഡങ്ങളും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം നമ്മളൊക്കെ ഇതിൻ്റെ പിറ്റേ 2 ദിവസം കഴിഞ്ഞ് അവിടെ സന്ദർശിക്കാൻ പോയിരുന്നു. കണ്ടാൽ നമുക്കറിയാം അത്രയും വലിയൊരു ഏരിയ മുഴുവനും 40 അടിയോളം മണ്ണ് വന്ന് മൂടിയിരിക്കുകയാണ്. അപ്പോൾ എവിടെ തെരയുന്നു വെച്ചാൽ രക്ഷയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ ഈ ദൗത്യം പരാജയമാണെന്നാണ് എന്ത് ചെയ്യുക സാധാരണ പറയാം. പക്ഷെ അത് ശരിയല്ല. കാരണം ഇത്രയേറെ മനുഷ്യരുടെ മനുഷ്യത്വത്തിൻ്റെ, അവരുടെ കാരുണ്യത്തിൻ്റെ, അവരുടെ ഒരു സ്നേഹത്തിൻ്റെ, മനുഷ്യനോടുള്ള അവരുടെ അനുകമ്പയുടെ ഒക്കെ ഒരു പൂർണ്ണമായ പ്രകടനം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ വിലമതിക്കുക തന്നെ വേണം. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ക്യാമറയുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്ന 1-2 ആളുകളുണ്ടാവും. പക്ഷേ ആ ക്യാമറയുടെ മുമ്പിൽ വരാത്ത ആയിരങ്ങൾ അവിടെ മണ്ണിൻ്റെയും ഈ ചളിയുടെയും വെള്ളത്തിൻ്റെയൊക്കെ ഇടയിൽ പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ദൗത്യം എന്ന് പറയുന്നത് നമ്മൾക്ക് മനുഷ്യനുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ചിലിയിൽ ഈ അറ്റക്കാമ മരുഭൂമിയിലൊരു ഖനി ദുരന്തമുണ്ടായി. അപ്പോൾ അത് ഖനി ഇടിഞ്ഞ സമയത്ത് അവർ മറ്റേ സേഫ്റ്റി ഹോളിലേക്ക് അവരൊക്കെ മാറിയിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-60 ദിവസം എടുത്തിട്ടാണ് ഇവരെ പുറത്തെടുക്കുന്നത്. പക്ഷേ അതിൽ അത്ഭുതം എന്താ വെച്ചാൽ 19 വയസ്സ് മുതൽ 63 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾ ഇതിനകത്തുണ്ടായിരുന്നു. അവരൊക്കെ എന്ത് ചെയ്തു, രക്ഷപ്പെട്ടു എന്നാണ്. അപ്പോൾ അതിൽ മനുഷ്യൻ്റെ ഒരു വിൽ പവർ ഉണ്ടല്ലോ, അവൻ്റെ വിശ്വാസം, അവന് ഒരു ആത്മധൈര്യം, ഇതിൻ്റെയൊക്കെ ഒരു പ്രകടമാകുന്നൊരു സമയം കൂടെ ആണിതെന്നർത്ഥം. അപ്പം ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ നിസ്സഹായരാകുന്നതാണ്. പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ ഒരു ഭാഗത്ത് നമ്മൾക്കറിയാം നമ്മൾ നിസ്സഹായരായിത്തീരുന്നുള്ളു. പക്ഷെ വേറൊരു ഭാഗത്ത് മനുഷ്യൻ്റെ ഒരുപാട് മഹത്വങ്ങളെ, ഗുണങ്ങളെ, അവന് നൽകപ്പെട്ടിട്ടുള്ള ധാരാളം കഴിവുകളെ, ഇതിനെയൊക്കെ ഇത് പ്രകടമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മനുഷ്യനെക്കുറിച്ചുകൂടെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വെറുതെ വിമർശനങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റപ്പെടുത്തുകൾ, അതൊക്കെ ഒഴിവാക്കിയിട്ട് കുറേ കൂടെ ഇത്തരം ഘട്ടങ്ങൾ എങ്ങനെയാണ് ഭാവിയിലും കൈകാര്യം ചെയ്യാൻ പറ്റുക, അതിൽ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ ഒഴിവാക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കുറച്ചുകൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വിഷയത്തിൽ പിന്നെ നമ്മൾ മലയാളികളായിട്ടുള്ള എല്ലാവരും ആ കുടുംബത്തോടൊപ്പം നിൽക്കുകയാണ് ആശ്വസിപ്പിക്കാൻ വേണ്ടി. പല ആൾക്കാരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഇയാൾക്ക് ഇത്ര പ്രിവിലേജ്, ഈ ലോറിൻ്റെ ഉടമക്കാണോ ലോറിയുടെ ഡ്രൈവർക്കാണോ ഇത്ര പ്രിവിലേജ്? കാരണം കർണാടകയിലെ പിന്നെ മുഖ്യമന്ത്രി വരെ അവിടെ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം മലയാളികളുടെ ഒരു പവർ അത്രത്തോളമാണ്, അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കുക എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ അവരോടൊരു ആശ്വാസമാക്കട്ടെ, ഈ കുടുംബത്തോട് നമുക്ക് എന്താ പറയാനുണ്ടാവും? ഇതൊരു വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആ അമ്മയുടെ ഒരു പത്രക്കാരോടുള്ള ഒരു ബൈറ്റ് കണ്ടു. വളരെ നിരാശയായിട്ടാണ് എന്ത് ചെയ്യണത്, നമുക്ക് എല്ലാത്തിലും ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, പിന്നെ ഇനി ഞങ്ങളെ മകനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ വളരെ നിസ്സഹായമായിട്ടാണ് സംസാരിക്കുന്നത്.
ഇവിടെ എനിക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നത് എന്താ വെച്ചാൽ ഇതിപ്പോൾ ഒരു ആവർത്തനമാണല്ലോ. ഇപ്പോൾ നേരത്തെ അമീദ് മാഷ് ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു, ലോകാടിസ്ഥാനത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ പറഞ്ഞു. പിന്നെ അതിൽപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ് ഈ ഒരു വിമാനാപകടത്തിൽ കുറച്ച് കുട്ടികൾ ഒരു ആമസോൺ കാട്ടിൽ അകപ്പെട്ടൊരു സംഭവം. പക്ഷെ അത് പൂർണ്ണമായിട്ട് ആ കുട്ടികൾ എന്ത് ചെയ്തു, പിന്നെ നല്ല 4 കുട്ടികളാണ് മൊത്തത്തിലുണ്ടായിരുന്നത്. ആ കുട്ടികൾ ഏകദേശം 40 ദിവസം എന്ത് ചെയ്തു, അതിൽ ഒരു കുട്ടി വളരെ പിഞ്ചോമന പൈതലായിരുന്നു, അതിനെയും പിന്നെ രക്ഷപ്പെടുത്തി കൊണ്ട് നടന്ന് എന്ത് ചെയ്തു, അവർ കാട്ടുപള്ളികളൊക്കെ കടിച്ച് തിന്ന് അങ്ങനെ അവസാനം രക്ഷപ്പെട്ടു. അപ്പോൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ അടുത്ത കാലത്തുള്ള ഞാൻ പറയുന്നത് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഈ പറഞ്ഞ തുരങ്കം ഉള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ കേരളത്തിലേക്ക് പിന്നെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കരിപ്പൂര് പിന്നെ മറ്റേ വിമാനാപകടം അത് ഉണ്ടായൊരു സംഭവങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കോവിഡ് ആണെങ്കിലും അതേപോലെ പ്രളയമാണെങ്കിലും ഇപ്പോൾ ഉള്ള നിപ്പയാണെങ്കിലും ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദുരന്തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പല രീതിയിലായിട്ട് പ്രകൃതിക്ഷോഭമായിട്ട് മറ്റു രീതിയിലൊക്കെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇതിനൊക്കെ ഇരകളുണ്ടല്ലോ, ഇരകളുണ്ട്. ഇതിനൊക്കെ നമ്മൾ പലപ്പോഴും അതിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ഇങ്ങനത്തെ വിഷയങ്ങളോട് ഒരു ശരിയായ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം ഇങ്ങനത്തെ ഒരു വിഷയം വന്നാൽ സ്വീകരിക്കേണ്ടത് എന്നത് നമ്മൾ പഠിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ കുടുംബത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് സമൂഹത്തോട് സംവദിക്കാനുള്ളൊരു കാര്യം അതിൽ ഒന്നാമത്തെ എന്താ വെച്ചാൽ, ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അധികാരികൾ ഒട്ടും അമാന്തം കാണിക്കാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ ചർച്ച നടക്കുന്നുണ്ടല്ലോ, വൈകിയില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതായത് ഒരു സമ്മർദ്ദത്തിനും കാത്തു നിൽക്കാതെ, കുടുംബങ്ങളുടെയും നാട്ടുകാരുടെയും മീഡിയകളുടെയും ഒരു സമ്മർദ്ദത്തിന് കാത്തു നിൽക്കാതെ ഗവൺമെൻറ് മിഷനറികൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വേഗം ഇറങ്ങിത്തിരിക്കണം. ഇതാണ് ഒരു പോയിൻ്റ്. എനിക്ക് ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ എന്താ വെച്ചാൽ, എത്രയും നേരത്തെ ഇടപെടുന്നുവോ, ഒരു ഗോൾഡൻ ടൈം എന്നൊക്കെ പറയുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നത് പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞാൽ പ്രയാസമാണ്. അതുകൊണ്ട് നേരത്തെ ഇടപെടുക എന്നുള്ളത് ഇതിൽ ഒരു വിഷയമാണ്. പിന്നെ ഇത് ഈ സമയത്ത് ഈ രാഷ്ട്രീയ ചേരിതിരിവ് നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് സമയം കളയുക എന്നുള്ളത് ഉള്ളൊരു കോമൺ സെൻസ് എന്ത് ചെയ്യണം, രാഷ്ട്രീയക്കാരും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് സർക്കാരിന് സ്വാഭാവികമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടും. അതിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ അപ്പം എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ അതിനെ പൊളിറ്റിക്കലായിട്ട് വിമർശിക്കുകയാണെന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെ സർക്കാരിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പ്രതിപക്ഷം ഇതിൽ ആക്ട് ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ അത് പ്രതിപക്ഷം രാഷ്ട്രീയം കൊണ്ട് പറയണമെന്നുള്ള രീതിക്കും അതിൻ്റെ ആ ഒരു മർമ്മത്തിലേക്ക് വന്നുകൊണ്ട് എല്ലാവരുടെ സംസാരവും ഇടപെടലും അതിനെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള ഒരു കാര്യത്തിലേക്ക് കൂട്ടായ യജ്ഞമായിരിക്കേണ്ട. ഈ സമയത്ത് തർക്കം എന്നുള്ളത് എന്താണ്, വലിയ പ്രയാസം. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ കുടുംബങ്ങളൊക്കെ ഈ തർക്കം കാണുമ്പോൾ വലിയ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പിന്നെ ഈ കുടുംബങ്ങളുടെ ഒരു മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ടായിരിക്കണം അവരോട് നമ്മൾ ഇടപെടേണ്ടത്. ഈ പത്രക്കാരും ഇവരോട് ഓരോ ചോദ്യങ്ങളും കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർക്കൊരു വാർത്തയും ഒരു സംഗതിയാണ് അവരെ മനസ്സിലുണ്ടാകുക. പക്ഷേ ഈ കുടുംബം എന്ന് പറയുമ്പോൾ അവരുടെ മകനെ കാണാതെയായി, ആ മകൻ ഈ ഒരു മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു ചിത്രമാണ് അവരെ മനസ്സിലുണ്ടാകുക. അങ്ങനത്തെ ഒരാളോട് സംസാരിക്കുന്നതിലുണ്ടല്ലോ ഒരു കോമൺ സെൻസ്. അതും ഈ വാർത്തകളൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഈ വിഷയത്തിൽ മാത്രമല്ല പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ ഇന്നലെ നിപ്പ ബാധിച്ച് മരിച്ച ഒരു കുട്ടി ഉണ്ടല്ലോ പാണ്ടിക്കാട്, അപ്പോൾ അവരുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു വോയിസ് ഞാൻ കേട്ടു. ആ കുട്ടിയുടെ ഫോട്ടോ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു, സ്റ്റാറ്റസ് വെക്കുന്നു, ഞങ്ങൾക്ക് ഒരു പ്രയാസം തോന്നുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ പൊതുവേ ഇങ്ങനത്തെ വിഷയങ്ങളുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യം, അതായത് ആ കുടുംബത്തിന് എങ്ങനെ ഈ വിഷയം ബാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇതിൽ ഇടപെടും, സംസാരിക്കും, അത് റിപ്പോർട്ട് ചെയ്യും, ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതും നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ വിളിച്ചു പറയുന്ന സംഭവങ്ങളാണ് ഈ സംഭവങ്ങളൊക്കെ. അത് നമ്മൾ അങ്ങനെ തന്നെ എത്ര പുരോഗമിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്ന് ശരിക്കും ഇങ്ങോട്ട് മുക്തമായി വരാൻ എത്രയോ പുരോഗമിച്ചു എന്നാണല്ലോ നമ്മൾ പറയുമ്പോൾ. ചന്ദ്രനിലെത്തി, ഇവിടെ എത്തി എന്നൊക്കെ പറയും. ഇപ്പം ഇന്നലെ ചന്ദ്രൻ തന്നെയായിരുന്നു. അതൊക്കെ നമ്മൾ കുട്ടികളോടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കുട്ടികൾ നേരിട്ട് കാണുന്നത് എന്താ, ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മണിക്കൂറുകളും ദിവസങ്ങളും കഴിഞ്ഞിട്ടും ഇതൊന്നും കണ്ടെത്താനും കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ പുരോഗമനം എവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മളിതിന് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ, ഇവിടെ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത വീക്ഷണത്തിൽ കാര്യമായ പരിവർത്തനം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ഒരു വിശ്വാസപരമായി ഇതിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഞാൻ ഒരൊറ്റ കാര്യം പറയാം. ഇപ്പോൾ ഇസ്ലാമികമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു നിസ്സാര വിഷയമല്ല. ആ യാത്രക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന കുറേ നിർദ്ദേശങ്ങളുണ്ട്.
അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആ യാത്രയുടെ ആരംഭത്തിലുള്ളൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ശരിക്കും നമ്മൾ ഇങ്ങനത്തെ ഘട്ടത്തിലൊക്കെ ആ പ്രാർത്ഥന ഒന്ന് കേൾക്കണമെന്ന് തോന്നുക. ആ പ്രാർത്ഥന എങ്ങനെയാണ്? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർളാ അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ വതുവി അന്നാ ബുഅദ അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇസ് സഫർ വകാബത്തിൽ മൻളർ വസൂഇൽ മുൻഖലബ് ഫിൽ മാലി വൽ അഹ്ൽ. ഞങ്ങൾക്ക് വേണ്ടി ഈ വാഹനത്തെ വിധേയമാക്കി തന്നവൻ എത്ര പരിശുദ്ധനാണ്. ഞങ്ങൾക്കിതിനെ ഇണക്കുവാൻ കഴിയുമായിരുന്നില്ല. തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് തിരിച്ചെത്തുന്നവർ തന്നെയാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങൾ നിന്നോട് പുണ്യവും തെക്കുവയും നീ ഇഷ്ടപ്പെടുന്ന കർമ്മവും തേടുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്ര ഞങ്ങൾക്ക് നീ എളുപ്പമാക്കണമേ. അതിൻ്റെ ദൂരം ഞങ്ങൾക്ക് നീ ചുരുക്കിത്തരണമേ. അള്ളാഹുവേ, നീയാകുന്നു യാത്രയിൽ കൂട്ടുകാരനും കുടുംബത്തിൽ പിൻഗാമിയും. അള്ളാഹുവേ, യാത്രാ ക്ലേശങ്ങളിൽ നിന്നും ദുഃഖകരമായ കാഴ്ചകളിൽ നിന്നും കുടുംബത്തിലേക്കും സമ്പത്തിലേക്കും മോശമായുള്ള മടക്കത്തിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നുവെന്നാണ്. ഒരു യാത്രയിൽ എന്തൊക്കെ സംഭവിക്കാണ്ടോ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനെയൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആണ് ഒരു വിശ്വാസി എന്ത് ചെയ്യേണ്ടത്? ഒരു വാഹനത്തിൽ കയറി യാത്ര തുടങ്ങേണ്ടതെന്നാണ്. അതെന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ വരാത്ത സംഭവങ്ങൾ ഉണ്ടാകാൻ ഏറെ സാധ്യതയുള്ളതാണ് എന്ത് ഒരു യാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ. ബാക്കി നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇറങ്ങേണ്ടത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. അതുപോലെ ഇപ്പോൾ യാത്ര അയക്കുന്ന ആളുകൾ ഒരു പ്രാർത്ഥന എന്ത് ചെയ്യാറുണ്ട്, പിന്നെ പ്രാർത്ഥിക്കാറുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അപ്പോൾ ഒരു യാത്ര എന്ന് പറയുന്നത് തന്നെ അതിൽ ഒരുപാട് മര്യാദകളും കാര്യങ്ങളും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് അവൻ്റെ ജീവിതത്തിലുള്ള ഒരു വിധിയും ഇത് അവൻ്റെ അടുത്ത ജീവിതത്തിൽ പിന്നെ അവന് വലിയ സൽഫലങ്ങൾ കിട്ടാനുള്ളൊരു കാരണവുമായിട്ടാണ് എന്ത് പലപ്പോഴും പഠിപ്പിക്കപ്പെടുന്നത്. വിശ്വാസിയായ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒഴുക്കിൽപ്പെടുകയോ ഇതുപോലെയുള്ള ദുരന്തങ്ങളിൽ പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെ അയാളുടെ പാപങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തു കൊടുത്ത് അയാൾക്കൊരു ഷഹീദിൻ്റെ ഒരു പ്രതിഫലം കിട്ടുന്നൊരവസ്ഥ വരെ വിശ്വാസികൾക്കുണ്ടാവും എന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാനത് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ പറയണത് എന്താ വെച്ചാൽ, ഇപ്പോൾ മീഡിയകളും കാര്യങ്ങളൊക്കെ പരിശോധിച്ചാലും 6 ദിവസമായിട്ട് ഇത് കിട്ടിയിട്ടില്ല, ഇനി എന്താണ് ഇതിൻ്റെ പ്രതീക്ഷ ഉള്ളത്? ഒരു നിസ്സഹായാവസ്ഥയിലേക്കാണ് എന്ത് ചെയ്യണം മനുഷ്യൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മനുഷ്യ ജീവിതം എത്ര പുരോഗമിച്ചാലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇതുപോലെയുള്ള ദുരന്തങ്ങൾക്കൊക്കെ മനുഷ്യൻ എന്ത് ചെയ്യും, വിധേയനാകും. അതൊക്കെ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. പക്ഷെ അതിൻ്റെ ഒക്കെ അപ്പുറമാണ് ജീവിതം യഥാർത്ഥത്തിലുള്ളത്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ടാകുന്ന ഏത് വിഷയത്തെയും എന്ത് ചെയ്യാൻ പറ്റും, ഉൾക്കൊള്ളാനും അതിൽ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഒരു ഹൃദയ വിശാലതയുണ്ടാവും. അതല്ല ഈ ലോകം മാത്രമേ ജീവിതമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഉത്തരം കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിൽ ജീവിത ലക്ഷ്യത്തിലേക്ക് മനുഷ്യനെ ചിന്തിപ്പിക്കാൻ ഇത്തരം ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ, പ്രകൃതി ദുരന്തമാണെങ്കിലും അസുഖങ്ങളാണെങ്കിലും ഇതുപോലെയുള്ള ലാൻഡ് സ്ലൈഡുകളാണെങ്കിലും ഏത് വിഷയങ്ങളാണെങ്കിലും അതിൽ നിന്ന് മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയും മനുഷ്യ ജീവിതത്തിൻ്റെ ഈ ജീവിതത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും ഒക്കെ മനുഷ്യന് പഠിക്കാനും അവൻ്റെ സ്രഷ്ടാവിലേക്ക് തിരിയാനുമുള്ള ഒരു ചിന്തക്ക് തിരികൊളുത്താൻ ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് സാധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിൻ്റെ കൂടെ നമ്മളെല്ലാവരും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന സമയത്ത് പാലിക്കേണ്ട ചില ബേസിക് എറ്റിക്കറ്റ്സ് ഉണ്ട്, മര്യാദകളുണ്ട്. അത് നമ്മൾ പാലിക്കാൻ തയ്യാറാവണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്.